ഹായ് 2025 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു മലയാളം ചലച്ചിത്രം അവിഹിതം. അംബരീഷ് എഴുതി സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. പൂർണ്ണമായി സിനിമ കാണാൻ താല്പര്യപ്പെടുന്നവർ അവിടെ നിന്നും ചലച്ചിത്രം കാണുമല്ലോ. നമുക്ക് സിനിമയുടെ കഥ കേട്ടു നോക്കിയാലോ. കഥ ആരംഭിക്കുന്നത് ഒരു കാസർഗോഡൻ ഗ്രാമത്തിലാണ്. അന്നൊരു ദിവസം കൂട്ടുകാരുമായുള്ള മദ്യപാന കമ്പനിയൊക്കെ കഴിഞ്ഞ് പ്രകാശൻ വീട്ടിലേക്ക് തിരികെ നടക്കുകയായിരുന്നു. ഒരു പോപ്പുലർ സീരിയൽ അവസാനിക്കുന്ന സമയം പെട്ടെന്നാണ് ചില ശബ്ദങ്ങൾ പ്രകാശൻ കേട്ടത്. പ്രകാശൻ നോക്കുമ്പോ മാധവൻ ചേട്ടന്റെ പറമ്പില് രണ്ട് നിഴൽ രൂപങ്ങൾ, ഒരു ആണും പെണ്ണും. ഇരുവരും ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞതും അതിലെ യുവാവായ വ്യക്തി അവിടെ നിന്ന് തിരികെ നടന്ന് അടുത്തുള്ള വീടിന്റെ മതിൽ ചാടി. അയാളെ പ്രകാശൻ വ്യക്തമായി കണ്ടു. ആ വീട്ടിലെ താമസക്കാരനായ വിനോദ് ആയിരുന്നു അത്. പക്ഷേ മാധവൻ ചേട്ടന്റെ പറമ്പിൽ കണ്ട് വിനോദ് അവിഹിതം വെച്ച് പുലർത്തുന്ന ആ സ്ത്രീ ആരാണ്? പ്രകാശന് വലിയ സംശയം തോന്നി. ഒടുവിൽ ആ വീട്ടിലെ മരുമകളായ നിർമ്മലയാണോ അത് എന്ന തരത്തിൽ അവന്റെ സംശയങ്ങൾ നീണ്ടു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ പ്രകാശൻ നാട്ടിലെ തയ്യൽക്കാരനായ പരിചയക്കാരൻ വേണുവിനെ കാണാൻ വീട്ടിലേക്ക് ചെന്നു. പ്രകാശൻ വേണുവിനടുക്കൽ മാധവൻ ചേട്ടൻ വേണുവിന്റെ അടുത്ത പരിചയക്കാരനല്ലേ എന്ന മട്ടിൽ ചോദിച്ചു. അതോടെ എന്താ കാര്യം എന്ന മട്ടിൽ വേണുവിനൊരു ആശങ്ക തോന്നി. എന്താടാ കാര്യം എന്നയാൾ ചോദിച്ചതും മാധവൻ ചേട്ടൻ നാറുമെന്നായിരുന്നു പ്രകാശന്റെ മറുപടി. പിന്നാലെ കാര്യങ്ങൾ പ്രകാശൻ വിശദീകരിച്ചു. ഒക്കെ കേട്ട വേണു ആദ്യം അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പ്രകാശൻ തറപ്പിച്ചു പറഞ്ഞപ്പോ വേണുവും അല്പം സംശയത്തിലായി. പിന്നാലെ ഇരുവരും വീണ്ടും കടയിലെത്തി സംസാരം തുടർന്നു. കാര്യം പ്രശ്നമാണ്, മാധവേട്ടനെ വിവരമറിയിക്കണം. വേണു കട തുടങ്ങിയപ്പോ മാധവേട്ടൻ വേണുവിനെ കുറെ സഹായിച്ചിട്ടുള്ളതൊക്കെയാണ്. അവരാണെങ്കിൽ മരപ്പണിക്കാരും. ഇപ്പോൾ സുള്ളിയിൽ പണിക്ക് പോയിരിക്കുകയാണ്. എന്തു ചെയ്യുമെന്ന് വേണുവും ആശങ്കയിലായി. വെറുതെ ഒരു ഊഹത്തിന്റെ പുറത്ത് തെളിവൊന്നുമില്ലാതെ അങ്ങനെയങ്ങ് പറയാൻ പറ്റില്ല. ഒടുവിൽ അന്ന് രാത്രി പ്രകാശൻ കണ്ട കാഴ്ച നേരിട്ട് പോയി കാണുവാൻ, നേരിട്ട് കണ്ട് വിശ്വസിക്കുവാൻ വേണു തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ പ്രകാശനും വേണുവും സീരിയൽ തീരുന്ന സമയം നോക്കി മാധവൻ ചേട്ടന്റെ പറമ്പിന്റെ സമീപം ഇരിപ്പുറപ്പിച്ചു. അവിഹിതം നേരിട്ട് കാണുകയാണ് ലക്ഷ്യം. സീരിയൽ അവസാനിച്ചു കഴിഞ്ഞതും രണ്ട് വീട്ടിലെയും ലൈറ്റുകൾ ഓഫായി. കുറച്ചു കഴിഞ്ഞ് മാധവൻ ചേട്ടന്റെ വീട്ടിലെ ലൈറ്റ് ഒരു മുറിയിൽ തെളിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ അത് കെട്ടു. പിന്നാലെ മാധവൻ ചേട്ടന്റെ വീടിന്റെ പിറകുവശത്തുള്ള പുറത്തെ ബാത്റൂമിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു സ്ത്രീയുടെ നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. അതാരാണെന്ന് പ്രകാശനും വേണുവിനും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അധികം വൈകിയില്ല. മതില് ചാടി വിനോദും അങ്ങോട്ടേക്ക് കടന്നു വന്നു. കുരച്ചുകൊണ്ടിരുന്ന പട്ടിക്ക് അവനെന്തോ ഇട്ടുകൊടുത്തതും ആ പട്ടി കുര നിർത്തി. വിനോദ് കാത്തുനിന്ന സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. ഇരുവരും ചുംബിക്കാനും മറ്റും ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞതും അവരവിടുത്തെ ആ ബാത്റൂമിനകത്തേക്ക് കയറി. പുറമേ നിന്ന് വേണുവും പ്രകാശനും ഞെട്ടലോടെയും കൗതുകത്തോടെയും അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമയം കുറേയധികം കടന്നുപോയി. ഒടുവിൽ ബാത്റൂമിൽ നിന്ന് ഇരുവരും വെളിയിൽ വന്നു. ആരാണ് ആ സ്ത്രീ എന്നറിയുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. വിനോദിനെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇരുട്ടുമൂടിയ പ്രദേശമായതുകൊണ്ട് ആ സ്ത്രീ ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്ന ഇരുവരും രണ്ടു വഴിക്കായി തിരിഞ്ഞുപോയി. വേണു പറഞ്ഞു, ആ നിഴൽ രൂപത്തിന്റെ അളവും മറ്റും വെച്ച് അത് നിർമ്മല തന്നെയാണ്. നിങ്ങൾക്കതിനിവിടുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും അളവറിയോ എന്ന മട്ടിലായിരുന്നു പ്രകാശന്റെ ചോദ്യം. അവൾ എന്റെ അടുത്തല്ലടാ ബ്ലൗസ് അടിക്കുന്നേ എന്ന് വേണു മറുപടി പറഞ്ഞു. 14:36:30 അധികം വൈകിയില്ല. അവിടെ നിന്ന് തിരികെ വേണുവിന്റെ കടയിലെത്തിയവർ നിർമ്മലയുടെ അളവ് തപ്പി. പുസ്തകത്തിൽ കുറിച്ചിട്ട അളവുകളിൽ പക്ഷേ വ്യത്യാസമുണ്ടായിരുന്നു. 14:34:30 പ്രകാശൻ സംശയം പ്രകടിപ്പിച്ചു. നേരത്തെ നിങ്ങൾ 36 പറഞ്ഞേ, അതിപ്പോ 34 ഉടൻ വന്നു വേണുവിന്റെ കമന്റ്. ഓണത്തിന് വീട്ടില് പണിയൊന്നും എടുക്കാതെ പെണ്ണുങ്ങള് ഹോട്ടലിൽ നിന്ന് സാധനം മേടിച്ച് മൂക്കുമുട്ട തട്ടും. ഓണം കഴിയുമ്പോ എല്ലാവരും ഒന്ന് ചീർത്തിട്ടുണ്ടാകും. അങ്ങനെ 2 ഇഞ്ച് കൂടിയതാ. പ്രകാശൻ അപ്പോഴും അതത്രയ്ക്ക് വിശ്വാസം പോരാ. നാട്ടിലെ മറ്റു പെണ്ണുങ്ങളുടെ അളവ് കാണിച്ച് പ്രകാശന്റെ സംശയം വേണു ദൂരീകരിച്ചു. താൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചു. അടുത്ത ദിവസം വീണ്ടും കടയിൽ പ്രകാശനും വേണുവും ഒത്തുകൂടി. എന്തു ചെയ്യണം എന്നതാണ് അടുത്ത ആലോചന. മാധവൻ ചേട്ടനോട് പറയാൻ പ്രകാശൻ പറഞ്ഞു. പക്ഷേ മാധവൻ സുഖമില്ലാത്ത പ്രായമുള്ള വ്യക്തിയാണ്, പെട്ടെന്ന് പറയാൻ പറ്റില്ല എന്നായി വേണു. മാത്രമല്ല ഈ മാധവൻ ചേട്ടന്റെ കുടുംബവും അവിഹിതത്തിൽ കണ്ട യുവാവായ വിനോദിന്റെ കുടുംബവും തമ്മിൽ പണ്ട് തൊട്ടേ കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യവും വേണു സൂചിപ്പിക്കുന്നുണ്ട്. ഒക്കെ പോട്ടെ, എങ്കിൽ മാധവന്റെ മകൻ നിർമ്മലയുടെ ഭർത്താവ് മുകുന്ദന്റെ അടുത്ത് കാര്യം പറയാൻ പ്രകാശൻ വേണുവിനോട് പറഞ്ഞു. ഭർത്താവിന്റെ അടുത്താണോടെ നേരിട്ട് ഭാര്യയുടെ അവിഹിതത്തിന്റെ കാര്യം പറയുന്നേ എന്ന മട്ടിലായിരുന്നു വേണുവിന്റെ മറുചോദ്യം. ഒടുവിൽ മുകുന്ദന്റെ അനിയനും മാധവന്റെ ഇളയ മകനുമായ മുരളിയെ വിളിച്ച് കാര്യം പറയാൻ അവർ തീരുമാനത്തിലെത്തി. മുകുന്ദനും മുരളിയും മാധവനും സുള്ളിയിൽ മരപ്പണിയിലാണ്. വൈകാതെ ഫോൺ മുരളിക്ക് വന്നെത്തി. വേണു തങ്ങൾ കണ്ട കാര്യങ്ങൾ മുരളിയോട് വിശദീകരിച്ചു. മുരളി അത് കേട്ട് ഞെട്ടുകയും രോഷം കൊണ്ട് വിറയ്ക്കുകയും ചെയ്തിരുന്നു. മുരളി അവിടെ പണിതുകൊണ്ടിരുന്ന അച്ഛനെ വിളിച്ച് മാറ്റി നിർത്തി കാര്യങ്ങൾ അച്ഛനോട് ഒരു സാവകാശത്തിൽ പറഞ്ഞു. മാധവനും അത് കേട്ടൊന്ന് ഞെട്ടിയിരുന്നു. വേണു കണ്ടത്
നല്ലതാണ് എന്ന് മുരളി പറഞ്ഞപ്പോ വേണു കണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും എന്നായിരുന്നു മാധവൻ പറഞ്ഞത്. ഇതൊന്നും അറിയാതെ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തന്റെ മകനെ മാധവനൊന്നു നോക്കി ശേഷം മുരളിയോട് പറഞ്ഞു, അവനോടിപ്പോ ഒന്നും പറയണ്ട. ഇത് ചില്ലറക്കളിയല്ല. എല്ലാത്തിലും നിന്റെ ശ്രദ്ധ വേണം. നീയും വിനോദും തമ്മിൽ മുമ്പേ പ്രശ്നമുണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് നീ ഈ കണക്കിൽ തീർക്കാൻ നിന്നേക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നീ വീട്ടിലേക്ക് വിട്ടോ. മാധവൻ മുരളിയെ പറഞ്ഞയച്ചു. മുരളി നാട്ടിലെത്തുമ്പോ കൂട്ടാനായി മുരളിയുടെ കൂട്ടുകാരനുമുണ്ടായിരുന്നു. അവർ നേരെ പോയത് വേണുവിന്റെ തയ്യൽക്കടയിലേക്കാണ്. അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഒന്നുകൂടി അവർ ചർച്ച ചെയ്തു. വേണു കണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. മറ്റ് തെളിവുകളുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായ വേണു ഇല്ലാ കഥ പറഞ്ഞു എന്ന് വരരുത്. അതുകൊണ്ട് മുരളി രാത്രി പോയി നേരിട്ട് കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടാൽ മതി എന്നായിരുന്നു വേണുവിന്റെ പക്ഷം. ആ ദിവസം മുഴുവൻ കടയിൽ ഇരുന്നോളാനും വേണു മുരളിയോട് പറഞ്ഞു. മുരളിക്കൊപ്പം മുരളിയുടെ കൂട്ടുകാരനും വൈകുന്നേരം വരെ അവിടെ ചിലവഴിച്ചു. ഇതേ സമയം ഇതൊന്നും അറിയാതിരുന്ന നിർമ്മലയുടെ ഭർത്താവ് മുകുന്ദനാകട്ടെ നിർമ്മലയ്ക്കായി അവൾക്കിഷ്ടപ്പെട്ട കളർ സാരിയൊക്കെ മറ്റൊരു സഹപ്രവർത്തകന് വിട്ട് വാങ്ങിപ്പിച്ചിരുന്നു. അങ്ങനെ സമയം രാത്രിയായി. പ്രകാശനും വേണുവും മുരളിക്കടുത്തേക്ക് കടയിലേക്ക് വരികയാണ്. നടക്കുന്ന വഴിയിൽ മാധവന്റെ വീടും വിനോദിന്റെ വീടും തമ്മിൽ എന്താ ഇഷ്യൂ ഉണ്ടായത് എന്ന് പ്രകാശൻ വേണുവിനോട് ചോദിച്ചു. അവർ തമ്മിലുള്ള സ്ഥലത്തർക്കത്തിന്റെ കാര്യം അപ്പോഴാണ് വേണു പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് രണ്ട് കുടുംബങ്ങളും അത്രമേൽ അടുപ്പത്തിലായിരുന്നു. മാധവന്റെ അച്ഛൻ വിനോദിന്റെ കുടുംബത്തിന് ഒരു 5 സെന്റ് സ്ഥലം വിറ്റു. അക്കാര്യം അയാൾ മരിക്കുന്നവരെ ആരോടും പറഞ്ഞില്ല. പക്ഷേ എഗ്രിമെന്റിന്റെ തലേ ദിവസം തലയിൽ കൊട്ടത്തേങ്ങ വീണ് മാധവന്റെ അച്ഛൻ മരിച്ചു. സ്ഥലം വിറ്റ കാര്യത്തിന്റെ പേരിൽ പിന്നീട് രണ്ടു കുടുംബങ്ങളും തമ്മിൽ വഴക്കായി. നിലവിൽ മാധവന്റെ ആ കക്കൂസിരിക്കുന്ന ഭാഗം വിനോദിന്റെയാണെന്നാണ് വിനോദിന്റെ വീട്ടുകാർ പറയുന്നത്. അല്ലെന്ന് മാധവന്റെ കുടുംബക്കാരും. അത് കേട്ടതും പ്രകാശം പറഞ്ഞു, വേണുവേട്ട, വെറുതെ അല്ല വിനോദ് മതിൽ ചാടി ആ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് തന്നെ വരുന്നത്. ആ വിഹിതം മുതലാക്കാനാണ്. അർത്ഥം വെച്ചിട്ടായിരുന്നു അവന്റെ ആ പറച്ചിൽ. വേണുവിനും കാര്യം മനസ്സിലായി. അവിഹിതം. ഇതേസമയം മറുവശത്ത് മുരളിയും കൂട്ടുകാരനും അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈയുടെ പിടികൂടിയാലോ എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ മുരളി പറഞ്ഞു, ഇന്നു വേണ്ട, ഏട്ടന്റെ തീരുമാനം അറിയണം, എന്നിട്ട് മതി എന്തും. അധികം വൈകാതെ പ്രകാശനും വേണുവും അങ്ങോട്ടേക്കെത്തി. സമയമായി, പോവാമെന്ന് പറഞ്ഞ് മുരളിയെ വിളിക്കാനായിരുന്നു അവർ വന്നത്. പക്ഷെ എല്ലാരും കൂടി പോവാൻ ഇതെന്താ ഉത്സവത്തിന് പോകുവാണോ എന്നായിരുന്നു ദേഷ്യത്തോടെ മുരളിയുടെ ചോദ്യം. വേണുവിനും പ്രകാശനും അതത്ര ഇഷ്ടപ്പെട്ടില്ല. തങ്ങളാണല്ലോ ഈ അവിഹിതം കണ്ടെത്തിയത്, ബാക്കി കാണാൻ അവകാശമുണ്ട് എന്ന മട്ടിലായിരുന്നു അവർ നിന്നത്. എന്തായാലും മുരളിയെയും കൂട്ടുകാരനെയും അന്ന് തനിച്ചുവിടാൻ അവർ തീരുമാനിച്ചു. എന്തുണ്ടെങ്കിലും അടുത്ത ദിവസം പുലർച്ചെ പറയാം എന്ന് പറഞ്ഞാണ് മുരളി പോയത്. അവരങ്ങനെ വേണുവും പ്രകാശനും പറഞ്ഞ പ്രകാരം ആ ഇടത്തെത്തി ഒളിച്ചിരിക്കാൻ ആരംഭിച്ചു. സീരിയൽ കഴിഞ്ഞു. രണ്ട് വീട്ടിലെയും ലൈറ്റ് ഓഫായി. പിന്നാലെ നിർമ്മലയുടെ മുറിയിലെ ലൈറ്റ് തെളിഞ്ഞു. കുറച്ചു കഴിഞ്ഞതും ആ ലൈറ്റും കെട്ടു. ലൈറ്റ് കെട്ട് കുറച്ചു സമയം കഴിഞ്ഞതും കുളിമുറിക്കരികിൽ ഒരു സ്ത്രീയുടെ നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞെട്ടലോടെ മുരളിയും കൂട്ടുകാരനും അത് കണ്ടു. പക്ഷേ വിനോദിന്റെ വീട്ടിൽ ആ ഭാഗത്ത് അനക്കമില്ല. അന്ന് രാത്രി വിനോദ് വന്നതേയില്ല. പിറ്റേന്ന് പുലർച്ചെ തന്നെ വിവരമറിയാൻ മുരളിയെ കാണുവാൻ പ്രകാശനും വേണുവും മുരളിയുടെ വീട്ടിലേക്ക് ചെന്നു. മുരളി പുറത്ത് പല്ല് തേക്കുകയാണ്. അവർ കാര്യം തിരക്കി. വിനോദ് വന്നില്ല എന്ന കാര്യം മുരളി പറഞ്ഞു. എങ്കി അങ്ങനൊന്നും ഉണ്ടാവില്ല, നീ വിട്ടേരെ എന്ന് പറഞ്ഞു വേണു പോവാൻ തുടങ്ങിയതും മുരളി പിടിച്ചു നിർത്തി പറഞ്ഞു, വിനോദ് വന്നില്ലെന്നേയുള്ളൂ, ആ സ്ത്രീ വന്നിരുന്നു. അത് നിർമ്മലയാണ് എന്നാണ് മുരളിയുടെയും ഊഹം. അപ്പോഴാണ് നിർമ്മല വിനോദിന്റെ മില്ലിലേക്ക് സാധനം പൊടിക്കാനായി ഇറങ്ങുന്നു എന്നമ്മയോട് പറയുന്നത് അവർ കേൾക്കുന്നത്. അവർ നിർമ്മലയെ പിന്തുടരാൻ ആരംഭിച്ചു. ഒടുവിൽ പിന്തുടർന്ന് അവർ വിനോദിന്റെ മില്ലിലേക്കും എത്തി. മില്ലിന് പുറത്തു നിൽക്കുകയാണ് നിർമ്മല. പൊടിക്കാനിട്ട ശേഷം വിനോദ് വന്ന് നിർമ്മലയുമായി സംസാരിക്കുന്നുണ്ട്. ദൂരെ നിന്നും അവർക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല. ഡബ് സ്മാഷ് ഒക്കെ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് താൻ അത് എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ടേക്ക് മാറി നിന്നു. അവർ സംസാരിക്കുന്നത് തന്റേതായ രീതിയിൽ പ്രകാശൻ ഇന്റർപ്രറ്റ് ചെയ്തു. ഇന്നലെ രാത്രി എന്താ വരാതിരുന്നേ? ഇന്നലെ രാത്രി ഒരു ത്രില്ലില്ല, ഇന്ന് വരാം, നമുക്ക് അടിച്ചു പൊളിക്കാം. സ്വയം ചിന്തിച്ചെടുത്ത് ആ സംഭാഷണം പ്രകാശൻ പോയി വേണുവിനോടും മുരളിയോടും പറഞ്ഞു. ഏയ്, ഇങ്ങനൊന്നും ആയിരിക്കില്ല, അവര് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് വേണു പറഞ്ഞെങ്കിലും പ്രകാശൻ സമ്മതിച്ചു കൊടുത്തില്ല. താൻ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്നതാണെന്നും ലിപ് റീഡിംഗ് അറിയാമെന്നുമൊക്കെയായിരുന്നു പ്രകാശന്റെ പക്ഷം. അവര് പറയുന്നതൊക്കെ ഞാൻ കുറച്ച് കേൾക്കുകയും ചെയ്തു എന്നുകൂടി പ്രകാശം പറഞ്ഞു. ഉടൻ മുരളിയുടെ മറുപടി വന്നു. കേട്ടാലുമില്ലേലും അവര് തമ്മിലെന്തോ ഇടപാടുണ്ട്. വേണുവും അത് ഏറ്റുപിടിച്ചു. വേണുവേട്ടൻ വെറുതെ ഒരു കാര്യം പറയില്ലെന്ന് നിനക്കിപ്പോ തിരിഞ്ഞില്ലേ എന്നായിരുന്നു അയാളുടെ ചോദ്യം. മുരളി ഒന്ന് തളർന്നിരുന്നു പോയിരുന്നു. വേണുവും പ്രകാശനും മുരളിയെ ആശ്വസിപ്പിച്ചു. അധികം വൈകിയില്ല. മുരളി അച്ഛൻ മാധവനെ വിളിച്ച് കാര്യങ്ങൾ സത്യമാണെന്ന മട്ടിൽ അറിയിച്ചു. ചേട്ടനോട് കാര്യങ്ങൾ പറയാനും മുരളി പറഞ്ഞു. പക്ഷേ തനിക്കൊറ്റയ്ക്ക് അതിനുള്ള ആവതില്ലെന്നും അവനും കൂടി വരണമെന്നായിരുന്നു മാധവൻ പറഞ്ഞത്. വൈകാതെ മുരളി വീട്ടിൽ നിന്ന് സുള്ളിയിലേക്ക് യാത്ര തിരിച്ചു. ഇറങ്ങുമ്പോ രാത്രി വീട്ടിൽ വന്ന് അങ്ങനെ പോകുന്ന അവനെ ഹോട്ടലിൽ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണോ എന്ന മട്ടിൽ അമ്മ ഒന്ന് കുത്തിപ്പറയുന്നുമുണ്ട്. അവനിറങ്ങുമ്പോ നിർമ്മല അവിടെ ഫോണിലാരോടോ ചാറ്റ്
എന്തൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മുരളി അങ്ങനെ ചേട്ടനും അച്ഛനുമുള്ള പണിശാലയിലേക്ക് എത്തി. ചേട്ടനെ വിളിച്ച് മാറ്റി നിർത്തി അച്ഛനെ കൊണ്ട് തന്നെ മുരളി ചേട്ടനോട് കാര്യം പറയിപ്പിച്ചു. കാര്യം പറഞ്ഞതും ഭാര്യയോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന മുകുന്ദൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. അയാളുടെ കണ്ണുകൾ പോലും നിറഞ്ഞു. അയാൾക്ക് വലിയ തോതിൽ ദേഷ്യവും തോന്നി. മാധവൻ പറഞ്ഞു, ഒന്നുകിൽ അവളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ കൂട്ടണം. അതും നിനക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം. ഈ രണ്ടു വഴിയെ നമ്മുടെ മുമ്പിലുള്ള മോനെ. എന്തായാലും അത് നീ തീരുമാനിക്കണം. മാധവൻ അതും പറഞ്ഞു മാറി. മുകുന്ദൻ മുരളിക്കടുത്ത് ചെന്ന് കാര്യങ്ങൾ സത്യമാണെന്ന് ചോദിച്ചറിഞ്ഞു. എന്തെങ്കിലും ടെൻഷൻ വന്ന മുകുന്ദന് അപ്പോ തന്നെ ടോയ്ലറ്റിൽ പോകണം. ഒരു സിഗരറ്റും വാങ്ങി മുകുന്ദൻ നേരെ ടോയ്ലറ്റിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് തിരികെ വന്ന് പറഞ്ഞു, ഞാൻ അവളെ ഒഴിവാക്കുവാണ്, പക്ഷെ അവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. മുകുന്ദൻ അത് പറഞ്ഞതും മുരളി അത് ഏറ്റുപിടിച്ചു. രണ്ടുപേരെയും പിടിച്ചുകെട്ടട്ടെ എന്ന് മുട്ടി പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, അങ്ങനെ വെറുതെ പറ്റില്ല, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പിടിക്കണം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും നാട്ടിലേക്ക് പൊക്കോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. കുമാരനോട് ആലോചിച്ചിട്ട് വേണം എന്ത് വേണമെങ്കിലും ചെയ്യാൻ. കുമാരൻ എന്ന് പറയുന്നത് അവരുടെ ഇളയച്ചനാണ്. അധികം വൈകാതെ മുകുന്ദനും മുരളിയും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. മുകുന്ദന്റെ കയ്യിൽ കുട്ടിക്കായി കുറച്ച് പലഹാരം മാധവൻ കൊടുത്തുവിടുന്നുണ്ട്. പാക്ക് ചെയ്യുമ്പോ ബാഗിനുള്ളിൽ വെച്ചിരുന്ന താൻ നിർമ്മലക്ക് സ്നേഹത്തോടെ വാങ്ങിയ സാരി മുകുന്ദൻ കണ്ടു. ദേഷ്യത്തിൽ മുകുന്ദൻ അത് പുറത്തേക്കിട്ടു. മാധവൻ അത് ശ്രദ്ധിച്ചിരുന്നു. മാധവൻ മുകുന്ദനോട് പറഞ്ഞു, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന അവൾക്ക് സംശയം തോന്നില്ലേ? ആ ഏർപ്പാട് പറ്റില്ല, എപ്പോഴും പെരുമാറുന്ന പോലെ പെരുമാറണം. മാധവൻ മുകുന്ദനെ ചട്ടം കെട്ടി. അങ്ങനെ ഒടുവിൽ മുകുന്ദനും മുരളിയും വീട്ടിലേക്കും എത്തി. മുറ്റത്ത് കുട്ടിയുണ്ടായിരുന്നു. കുട്ടിയുടെ ചുരുളം മുടി കണ്ട് എന്താ ഇങ്ങനെ എന്ന മട്ടിൽ മുകുന്ദൻ സ്നേഹാന്വേഷണം നടത്തിയതും അവിടെ ഉണ്ടായിരുന്ന അമ്മ പറഞ്ഞു, കുഞ്ഞു മുടി മുറിക്കാൻ സമ്മതിക്കില്ലെന്ന്. നമ്മുടെ തറവാട്ടിലെങ്ങും ആർക്കും ഇതുപോലൊരു മുടിയുണ്ടായിട്ടില്ല. പെട്ടെന്ന് മുകുന്ദന്റെ മുഖം മാറി. ആകെ ഒരു സംശയം. അപ്പോഴേക്കും നിർമ്മല വന്നു. ഗൗരവത്തിലാണ് മുകുന്ദൻ നിൽക്കുന്നതൊക്കെ. നിർമ്മല ചായ എടുക്കാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോയതും മുരളി മുകുന്ദനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ഏറുപിടിക്കാണ്ട് നിന്നെ. കുറച്ചു കഴിഞ്ഞ് മുകുന്ദന്റെ ബാഗ് തുറക്കുമ്പോ അതിനുള്ളിൽ നിന്ന് നിർമ്മലയ്ക്ക് സാരി കിട്ടി. നിർമ്മലയ്ക്ക് വലിയ സന്തോഷമായി. മുകുന്ദനോട് അടുത്തിടപഴകാൻ നിർമ്മല ശ്രമിച്ചെങ്കിലും മുകുന്ദൻ അപ്പോഴും ആ മസിൽപിടുത്തം വിട്ടിട്ടുണ്ടായിരുന്നില്ല. തനിക്ക് വേഗം തിരിച്ചു പോകണമെന്നും അവിടെ പണിയൊന്നും തീർന്നിട്ടില്ല എന്നൊക്കെ മുകുന്ദൻ പറഞ്ഞു. നിർമ്മലയ്ക്ക് സങ്കടമായി. നിർമ്മല തന്റെ പരിഭവം അറിയിച്ചു. അങ്ങനാണെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോ, 4-5 കൊല്ലം കഴിഞ്ഞ് വന്നാ മതി എന്ന മട്ടിലൊക്കെയായിരുന്നു നിർമ്മല പറഞ്ഞത്. മുകുന്ദൻ അതുകൂടിയായപ്പോ ഒന്നുകൂടി സംശയം കനത്തു. ഒരുപാട് വൈകിയില്ല. അവർ ഇളയച്ചന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇളയച്ചന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ ഇളയച്ചനെയും മകൻ മഹേഷിനെയും ധരിപ്പിച്ചു. അപ്പോഴാണ് മഹേഷിന്റെ സഹോദരി ജോലി കഴിഞ്ഞ് വൈകി വന്നത്. അതിന്റെ പേരിൽ മഹേഷ് സഹോദരിയെ ഒന്ന് ചാടിക്കുന്നുണ്ട്. പിന്നാലെ മഹേഷ് ഒരു ഡയലോഗും പറഞ്ഞു, പെണ്ണുങ്ങളായ എപ്പോഴും ഒരു കണ്ണു വേണം, ഇല്ലെങ്കിൽ അവര് നമ്മുടെ തലേ കയറും. അത് അമ്മയായാലും പെങ്ങളായാലും ഭാര്യയാണെങ്കിലും. മുകുന്ദനെ ഒന്ന് നോക്കി ആക്കിയിട്ടായിരുന്നു മഹേഷിന്റെ ആ പറച്ചിൽ. മഹേഷിന്റെ അനിയത്തി അടുക്കളയിലേക്ക് എത്തിയതും ചേട്ടൻ ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ അവിടെയും അമ്മയോടും ചേട്ടത്തിയോടും കലഹിച്ചു. ചേട്ടത്തിക്കും അമ്മയ്ക്കും എന്തിനാ മഹേഷിനെ എതിർക്കാൻ പോകുന്നേ? ചേട്ടനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന മട്ടിലുള്ള സംസാരമായിരുന്നു. വേണ്ട കാര്യങ്ങളൊക്കെ മഹേഷും ഇളയച്ചനും മുകുന്ദനും മുരളിയും കൂടി ചർച്ച ചെയ്തു. ഇളയച്ചൻ പറഞ്ഞു, വെറുതെ പിടിച്ചാ പോരാ, അവരെ കെണിവെച്ച് പിടിക്കണം. അതിനുള്ള കെണിയൊരുക്കാൻ മുരളി ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞ് മുരളിയെ ആ ഉത്തരവാദിത്തം ഇളയച്ചൻ ഏൽപ്പിച്ചു. അന്ന് രാത്രി വൈകിയായിരുന്നു മുരളിയും മുകുന്ദനും വീട്ടിലേക്കെത്തിയത്. ഹാളിൽ കയറിയപ്പോ നല്ല മുല്ലപ്പൂവിന്റെ മണമുണ്ട്. മുകുന്ദൻ അത് ചോദിച്ചു. നിർമ്മല പറഞ്ഞു, അതാപ്പുറത്തെ കുളിമുറിക്ക് സമീപം മുല്ല പൂത്തിട്ടുണ്ട്. ആ, കുളിമുറിയുടെ അടുത്തുള്ള മുല്ലയും പരിസരമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറഞ്ഞ മുകുന്ദൻ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ടോർച്ചെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് മൊത്തത്തിലൊന്ന് ടോർച്ചടിച്ച് നോക്കി. അടുത്ത ദിവസം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മുരളി ഇളയച്ചന്റെ അടുത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് മുകുന്ദന്റെ മകൾ പട്ടിക്കടുത്ത് കിടന്നു കിട്ടിയ ഒരു എല്ലും കഷ്ണവുമായി ഇതെന്താ അമ്മയെന്നും ചോദിച്ച് നിർമ്മലയ്ക്കടുത്തേക്ക് വന്നത്. നിർമ്മല ഇതെന്താന്ന് ചോദിച്ച് അത് വാങ്ങി നോക്കി. പിന്നാലെ ഈ എല്ലും കഷ്ണം വല്ല കാക്യം കൊണ്ടുവന്നിട്ടതായിരിക്കും എന്ന് പറഞ്ഞ് മോളുടെ കൈപിടിച്ച് കഴിപ്പിച്ചു. മുകുന്ദൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി ആദ്യം 2 സ്ത്രീകളുടെ സപ്പോർട്ട് അവർക്ക് വേണം. അക്കാര്യങ്ങൾ ഇളയച്ചനോട് മുരളി മുമ്പേ പറഞ്ഞിരുന്നതാണ്. മുരളി അവരുടെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയതും ഇളയച്ചൻ മുരളിയോട്, പുറത്ത് പ്ലാവുണ്ട്, ഐശ്വര്യത്തിന് നല്ല പ്ലാവ, അവിടെ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. മുരളി അങ്ങോട്ടേക്ക് പോയി. പിന്നാലെ ഫോൺ എടുത്ത് പ്ലാനിന്റെ ഭാഗമായി ഇക്കാര്യം അറിയിക്കേണ്ട 2 സ്ത്രീജനങ്ങളുടെ അടുക്കൽ ആ പ്രധാന കാര്യം പറഞ്ഞു. ഇതേസമയം മറുവശത്ത് വീട്ടിലാകട്ടെ നിർമ്മല മുകുന്ദൻ വാങ്ങിക്കൊടുത്ത പുതിയ സാരിയുമുടുത്ത് മുളക് പൊടിപ്പിക്കാൻ വേണ്ടി മില്ലിലേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു. മുകുന്ദൻ അത് കണ്ടതും ദേഷ്യം വന്നു. മുകുന്ദൻ അതിനെപ്പറ്റി നിർമ്മലയോട് കയർത്ത് സംസാരിച്ചു. അമ്മ നിർമ്മലയെ സപ്പോർട്ട് ചെയ്തെത്തിയെങ്കിലും മുകുന്ദന്റെ സ്വഭാവം കണ്ട് നിർമ്മല ആ സാരി താൻ മാറ്റിക്കോളാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. അമ്മ മുകുന്ദനെ ചീത്ത പറഞ്ഞു. മുകുന്ദനെപ്പോഴും ഒരു കൂസലുമുണ്ടായിരുന്നില്ല. അന്ന് മുളക് പൊടിപ്പിക്കാൻ പോയത് മുകുന്ദനായിരുന്നു. വിനോദിന്റെ മില്ലിൽ ചെന്ന് നിൽക്കുമ്പോ മുകുന്ദന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ വിനോദ് ഒന്നും നടന്നിട്ടില്ലാത്ത മട്ടിലാണ് മുകുന്ദനോട് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്. നിർമ്മലയെ താൻ ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട് എന്ന് വിനോദ് പറഞ്ഞത് മുകുന്ദന് നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. പക്ഷേ മുകുന്ദനത് പുറത്തു കാണിച്ചില്ല. മുകുന്ദൻ നേരെ മുരളിയും ഇളയച്ചനുമുള്ള അങ്ങോട്ടേക്ക് കയറി ചെന്നു. ദേഷ്യത്തോടെ അവന്റെ വായിൽ നിന്ന് അറിയാതെയാണെങ്കിലും ആ കാര്യം പുറത്തു വന്നു. അവനും നിർമ്മലയും ഇടയ്ക്ക് കാണാറുണ്ട് എന്നെന്നോട് പറഞ്ഞു എന്ന് മുകുന്ദൻ അവിടെയുള്ളവരോട് പറഞ്ഞു. അപ്പോഴേക്കും അവിടെ പ്രകാശനും വേണുവും ഒക്കെ എത്തിച്ചേർന്നിരുന്നു. വൈകാതെ മുരളിയുണ്ടാക്കിയ പ്ലാൻ അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. താൻ വരച്ച പ്ലാനും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളും ടേബിളിന്റെ പുറത്തേക്കിട്ട് മുരളി ഓരോന്നും വിശദീകരിച്ചു. ആദ്യഘട്ടത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടികൾ മുരളി പറഞ്ഞുകൊടുത്തു. ആദ്യത്തേത് ഇളയച്ചനാണ്. ഇളയച്ചൻ രാവിലെ അമ്പലത്തിൽ പോയി മുകുന്ദന് വേണ്ടി വഴിപാട് നടത്തണം. പിന്നാലെ അച്ഛനെ വിളിച്ച് കാര്യം പറയണം. ഇപ്പോഴുള്ളത് കുടുംബക്കാർ മാത്രമാണല്ലോ. കേസ് സ്ട്രോങ് ആവാൻ പുറത്തുനിന്ന് പ്രധാനപ്പെട്ട ആരെങ്കിലും വേണം. അച്ഛനെ വിളിച്ച് മുരളി ചോദിച്ചപ്പോ മെമ്പറിനെയായിരുന്നു അച്ഛൻ സജസ്റ്റ് ചെയ്തത്. വേണുവിന്റെ കടയ്ക്കടുത്ത് ഒരു പഴയ വാട്ടർ ടാങ്ക് ഉണ്ട്. വേണുവും പ്രകാശനും ആ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറണം. അവിടെ നിന്ന് നോക്കിയാൽ മാധവന്റെ വീട് കാണാൻ പറ്റും. പ്ലാനൊക്കെ കൃത്യമായി നടന്നാൽ ആൾക്കാരെയും കൂട്ടി വീട്ടിലേക്ക് വരേണ്ടതിന്റെ ഉത്തരവാദിത്തം അവർക്കാണ്. അതിനുള്ള സിഗ്നലായി മുരളി വീട്ടിലെ ലൈറ്റ് ഇടും. മഹേഷിന്റെ ഉത്തരവാദിത്തം മാധവൻ പറഞ്ഞ ആളുകളെ വിളിച്ച് എല്ലാവരെയും തയ്യാറാക്കലാണ്. മുരളിയുടെ കൂട്ടുകാരൻ കടയിൽ പോയി കറുത്ത 2 ജോഡി വസ്ത്രം വാങ്ങിക്കൊണ്ടുവരണം. ഇരുട്ടിൽ കറുത്ത വസ്ത്രം ധരിച്ച ആരും കാണില്ല മുരളി വ്യക്തമാക്കി. അതോടെ എല്ലാവരും നിൽക്കേണ്ട സ്ഥലവും കാര്യങ്ങളും ഓരോരുത്തർക്കും മനസ്സിലായി. ഒടുവിൽ പ്ലാൻ ചെയ്ത പോലെ ആ ദിവസം വന്നെത്തി. അവരെല്ലാവരും ഇളയച്ചന്റെ വർക്ക്ഷോപ്പിലെത്തി രാത്രിയാവുന്നവരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സമയം സന്ധ്യയായി. നിർമ്മലയുടെ ഫോൺ കോൾ മുകുന്ദൻ വരുമോ എന്ന് ചോദിച്ച് മുകുന്ദന്റെ ഫോണിലെത്തി. മുരളിയുടെ നിർദ്ദേശപ്രകാരം മുകുന്ദൻ ഫോൺ എടുത്തില്ല. കുറെ തവണ നിമ്മി വിളിച്ചിട്ടും മുകുന്ദൻ ഫോൺ എടുക്കാതായതോടെ മുരളി വിചാരിച്ച പോലെ തന്നെ നിർമ്മല ബാബുവിന്റെ ഭാര്യ രാധയെ വിളിച്ചു. വിശേഷങ്ങളൊക്കെ ചോദിച്ച ശേഷം മുരളിയുടെ കാര്യവും നിർമ്മല അന്വേഷിച്ചു. പറഞ്ഞു പഠിപ്പിച്ച പോലെ രാധ പറഞ്ഞത് അന്ന് പണിതീരില്ല, മുകുന്ദൻ അവിടെയാണ് തങ്ങുന്നത് എന്ന മട്ടിലായിരുന്നു. ആ കോൾ കഴിഞ്ഞതും രാധയുടെ ഫോൺ കോൾ ഇളയച്ചന്റെ വർക്ക്ഷോപ്പിൽ കാത്തുനിൽക്കുന്ന അവർക്ക് വന്നെത്തി. അത്രയും കാര്യങ്ങൾ ഭംഗിയായി നടന്നു. പിന്നാലെ മഹേഷ് വീട്ടിലേക്ക് ചെന്നു. അളിയൻ വിളിച്ചെന്നും പെരിയിൽ ജോലിയുണ്ടെന്നും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, നാളെ രാവിലെ വരുള്ളൂ എന്നും വീട്ടിൽ പറഞ്ഞു. മുരളി പറഞ്ഞതിന് പ്രകാരം ഇതേ സമയം ഈ നടക്കുന്ന പദ്ധതികൾ ഒന്നും അറിയാതെ നിർമ്മലയും അമ്മയും വീട്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയായിരുന്നു സംഭവിക്കുന്നതും. സീരിയൽ കഴിയാറാവുന്ന സമയമായതും കറുത്ത വസ്ത്രം ധരിച്ച് മുകുന്ദനും മുരളിയും തയ്യാറെടുത്തു. ഇളയച്ചന്റെ അടുത്തുനിന്ന് വിനോദിനെ തല്ലാനുള്ള ആയുധവും വാങ്ങി മുരളി കയ്യിൽ പിടിച്ചു. പിടിച്ചു കെട്ടാനുള്ള കയറുമായി മുകുന്ദനും മുരളിയും കൂടി വീടിന്റെ പിൻഭാഗത്തേക്ക് പുറപ്പെട്ടു. കൃത്യസ്ഥലത്തു വന്ന് അവർ മറഞ്ഞിരുന്നു. വേണുവും പ്രകാശനും വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറി കാര്യങ്ങൾ നിരീക്ഷിച്ചു. ബാക്കിയുള്ളവർ മുരളിയുടെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ് പ്രകാശനും വേണുവും പറയുന്നത് കേൾക്കുവാൻ വേണ്ടി അവിടെ കാത്തുനിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും സീരിയൽ അവസാനിച്ചു. കുറച്ചു കഴിഞ്ഞതും വീട്ടിലെ ലൈറ്റ് അണയുകയും പിന്നീട് നിർമ്മലയുടെ മുറിയിലെ ലൈറ്റ് ഓണാവുകയും ചെയ്തു. എല്ലാം പതിവ് പോലെ തന്നെ. കുറച്ചു കഴിഞ്ഞതും കുളിമുറിക്ക് സമീപം ആ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. ആരാണെന്ന് ഒറ്റ നോട്ടത്തിൽ മുരളിക്കും മുകുന്ദനും മനസ്സിലാവുന്നില്ല. നിഴല് പോലാണ് കാണുന്നത്. അധികം വൈകിയില്ല. വിനോദും മതിൽ ചാടി അങ്ങോട്ടേക്കെത്തി. മുകുന്ദന് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടെങ്കിലും മുരളി മുകുന്ദനെ സമാധാനിപ്പിച്ചു നിർത്തി. പതിവ് പോലെ വിനോദും ആ സ്ത്രീയും കണ്ടു. അവർ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു. പിന്നാലെ ആ കുളിമുറിക്കകത്തേക്ക് കയറി. അധികം വൈകിയില്ല. മുരളിയും മുകുന്ദനും ഉണർന്ന് പ്രവർത്തിച്ചു. പുറത്തെത്തി കുളിമുറി ലോക്ക് ചെയ്തു. വൈകാതെ വീടിന് മുന്നിലെ ലൈറ്റ് ഓൺ ചെയ്ത് മുരളി സിഗ്നലും കൊടുത്തു. സിഗ്നൽ കിട്ടിയതും പ്രകാശനും വേണുവും ആവേശത്തിൽ തുള്ളിച്ചാടി. താഴെ നിർദ്ദേശത്തിനായി കാത്തിരുന്ന ഇളയച്ചനും മഹേഷിനും മുരളിയുടെ കൂട്ടുകാരനും അവരാ നിർദ്ദേശവും കൊടുത്തു. വൈകാതെ അവരൊക്കെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെല്ലാൻ തുടങ്ങുകയാണ്. മഹേഷ് മുരളിയുടെ കൂട്ടുകാരനടുക്കൽ പറഞ്ഞു, നീ പോയി ബാക്കിയുള്ളവരെ കൂട്ടിക്കൊണ്ടുവാ, വീട്ടിലും വിവരം പറഞ്ഞേരെ. മുരളിയുടെ കൂട്ടുകാരൻ അതിനായി പോയി. അധികം വൈകാതെ അവർ കുളിമുറിക്ക് സമീപം എത്തി. അങ്ങോട്ടേക്ക് എത്തിയതും മഹേഷ് പോയി കുളിമുറിയിൽ മുട്ടിക്കൊണ്ട് പറയാൻ തുടങ്ങി, വിനോദ്, നിനക്ക് സുഖമല്ലേ? നീ പേടിക്കണ്ടാ, ഞങ്ങൾ കുറച്ച് ചങ്ങായിമാര് ദൈവയുടെ പുറത്ത് കാവല് നിൽക്കുന്നുണ്ട്. വിനോദ് മഹേഷിനോട് വാതിൽ തുറക്ക്, പുറത്തു വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. മഹേഷ് പക്ഷെ അടങ്ങുന്നില്ല. അവിഹിതം പിടിച്ചതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമാണ് മഹേഷ്. മെമ്പർ ദാമുവും മറ്റും എത്തിയിട്ട് വാതിൽ തുറക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. കൂടിയിരുന്ന ഓരോരുത്തരും വലിയ സദാചാരവാദികളായി. പെണ്ണുങ്ങൾ വേലി ചാടിയാലുള്ള പ്രശ്നത്തെപ്പറ്റിയും വിനോദിനെതിരെയുമൊക്കെ സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞതും ഒച്ച കേട്ട് മാധവന്റെ ഭാര്യ മുകുന്ദന്റെ അമ്മ ഇറങ്ങി വന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചു. ആദ്യം പറയാൻ മടിച്ചെങ്കിലും മറ്റുള്ളവർ നിർബന്ധിച്ചപ്പോ മുകുന്ദൻ അമ്മയ്ക്കടുത്ത്, നിർമ്മലയ്ക്ക് വിനോദുമായി ബന്ധമുണ്ട്, അമ്മ ഇതൊക്കെ അറിഞ്ഞ് കുളമാക്കണ്ടെന്ന് കരുതിയ ഞങ്ങൾ പറയാതിരുന്നേ, ദേ ഞങ്ങൾ കൈയോടെ പിടിച്ചിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞു. അത് കേട്ടതും ദേഷ്യത്തിൽ അമ്മ ചോദിച്ചു, പിന്നെ വീടിന്റെ അകത്ത് കുഞ്ഞിന്റെ ഒപ്പം കിടന്നുറങ്ങുന്നത് ആരാടാ? നിന്റെ അമ്മൂമ്മേ? അത് കേട്ടതും പ്രകാശന്റെയും വേണുവിന്റെയും മുഖം മാറി. മുരളിയും മുകുന്ദനും ഒന്ന് ഞെട്ടിയിരുന്നു. തൊട്ടുപുറകെ ഒച്ചയും മറ്റും കേട്ട് നിർമ്മലയും പുറത്തേക്കിറങ്ങി വന്നു. അതോടെ അവിഹിതം പിടികൂടിയിരിക്കുന്നത് ആരുടെയാണ്?
വിനോദിനൊപ്പം കുളിമുറിക്കകത്ത് ആരാണുള്ളത് എന്ന തരത്തിൽ എല്ലാവർക്കും സംശയമായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മെമ്പറും മറ്റുള്ളവരും വന്നെത്തി. നിർമ്മലയ്ക്കല്ലോ അവിഹിതം, അത് പുറത്തു പറയാതെ നിർമ്മലയെ വിവരമറിയിക്കാതെ ഒക്കെയൊന്നും മറച്ചുവെച്ച് പരിഹരിക്കാൻ മഹേഷ് ശ്രമിച്ചു. മഹേഷ് പറഞ്ഞു, ആ വിനോദിന് എന്തോ ചുറ്റിക്കളിയൊക്കെയുണ്ട്, അവന് കുറെ പെണ്ണുങ്ങളുമായി ബന്ധമുള്ളതാണല്ലോ. ഈ കുളിമുറിയിലായി ഇപ്പൊ അവന്റെ ഇടപാട്, അവനെ ഞങ്ങൾ പിടിച്ചുപൂട്ടിയിട്ടുണ്ട്. എന്തായാലും ആരാണെന്നറിയാൻ അവർ ഒടുവിൽ കുളിമുറിയുടെ വാതിൽ തുറന്നു. വിനോദ് പുറത്തു വന്നു. കൂടെ വന്ന ലേഡിയെ കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അത് മഹേഷിന്റെ ഭാര്യയായിരുന്നു. അത്ര നേരം വലിയ ആവേശത്തിൽ നിന്ന് മഹേഷ് അതോടെ ഇളിഭ്യനായി. മഹേഷിന് വിനോദ് തന്നെ നോക്കി അട്ടഹസിക്കുന്ന പോലെ തോന്നി. മഹേഷ് ദേഷ്യത്തിൽ ആക്രമിക്കാൻ മുന്നിട്ടെങ്കിലും എല്ലാവരും ചേർന്ന് അയാളെ പിടിച്ചു നിർത്തി. അടിക്കേണ്ട മഹേഷ് പറഞ്ഞ് സോൾവാക്കാം എന്നൊക്കെ മുകുന്ദൻ പറഞ്ഞതും മഹേഷിന്റെ നിയന്ത്രണം വിട്ടു. പിന്നാലെ എല്ലാവരും കേൾക്കെ മഹേഷ് നടന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. നിർമ്മലയ്ക്കാണ് അവിഹിതമെന്ന് പറഞ്ഞിട്ടാണ് അത് പിടിക്കാൻ എല്ലാവരും ഇവിടെ ഒന്നിച്ചുകൂടിയത്. എന്നിട്ട് ഇവരൊക്കെ വലിയ നല്ല പുള്ളിജമന് നിൽക്കുന്നു. പ്രകാശിന്റെയും വേണുവിന്റെയും തെറ്റിദ്ധാരണകളെപ്പറ്റിയും അവര് പറഞ്ഞുണ്ടാക്കിയതിനെ പറ്റിയുമൊക്കെ മഹേഷ് പറഞ്ഞു. നിർമ്മല അത് കേട്ടതും ആകെ വല്ലാതായിരുന്നു. തന്റെ ഭർത്താവും കുടുംബവും തന്നെ സംശയിച്ചിരിക്കുന്നു. ദേഷ്യത്തിൽ മഹേഷ് പറഞ്ഞു, ഇതിന്റെയൊക്കെ റിസൾട്ട് അറിയാൻ നിങ്ങളുടെ കെട്ടിയനങ്ങ് സുള്ളിയിൽ കാത്തിരിക്കുന്നുണ്ട്. മാധവന്റെ ഭാര്യയോടായിരുന്നു മഹേഷിന്റെ ആ രോഷപ്രകടനം. അതോടെ അവിടെയുള്ളവരൊക്കെ കുറച്ച് ചൂളി നിൽക്കുകയാണ്. മഹേഷ് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുന്നത് കേട്ടതും ഇളയപ്പൻ ഇടപെട്ടു. ഇളയപ്പൻ മഹേഷിനോട് പറഞ്ഞു, നിന്റെ ഓൾ ചെയ്ത തെറ്റിന് നീ ഞങ്ങളെ പഠിക്കുന്ന എന്തിനാടാ? പൊത്തി പൊത്തി വളർത്തുമ്പോ ഓർക്കണം. അപ്പന്റെ ആ വാക്ക് കേട്ടതും മഹേഷ് ഒന്നടങ്ങി. അപ്പോഴാണ് മഹേഷിന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് മഹേഷിന്റെ അമ്മയും സഹോദരിയും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. ഗീതയെ വിനോദിന് പിന്നിൽ അങ്ങനെ കണ്ട് അവരും ഞെട്ടിനിന്നു. കൂട്ടത്തിലൊരു സ്ത്രീ ഗീതയ്ക്കടുത്ത്, നീ കുടുംബത്തിന്റെ അന്തസ് കളഞ്ഞല്ലോ എന്ന മട്ടിൽ ചോദിച്ചു. ഗീത അപ്പോഴാണ് തന്റെ രോഷം പുറത്തെടുക്കുന്നത്. ഞാൻ ഈ വിനോദേടന് ഉമ്മ കൊടുക്കുന്നത് കാണാമെന്നവരല്ലേ നിങ്ങളൊക്കെ, എന്നിട്ട് അന്തസ്സിനെ പറ്റി പറയുന്നു. സങ്കടപ്പെടണ്ടാട്ട, ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് ഗീത വിനോദിനെ ചുംബിക്കാൻ പോയെങ്കിലും എന്തിനാ പ്രശ്നമുണ്ടാക്കുന്നേ? മതിമോളെ എന്നളയപ്പം പറഞ്ഞപ്പോ ഗീത അത് നിർത്തി. പിന്നാലെ പറഞ്ഞു, ഞാൻ പ്രശ്നമുണ്ടാക്കുന്നെന്നോ? അപ്പോ ഇത്രയും നേരം ഇയാൾ ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കിയതൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലേ? എനിക്കും പറയാനുണ്ട്. മഹേഷിന് എന്റെ സങ്കടങ്ങളോ ഒന്നും കേൾക്കാൻ നേരമുണ്ടായിരുന്നില്ലെന്നും ഏറ്റവും കുറഞ്ഞത് തനിക്കിഷ്ടപ്പെട്ട ഒരു സീരിയൽ കാണാൻ പോലും മഹേഷ് സമ്മതിച്ചിരുന്നില്ലെന്നും തന്റെ സങ്കടങ്ങളും ഒക്കെ കേൾക്കാനും ആകെ വിനോദേ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും ഗീത എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അങ്ങനെയുള്ള വിനോദിനല്ലാതെ മറ്റാർക്കാ ഞാൻ ഉമ്മ കൊടുക്കേണ്ടത് എന്നായിരുന്നു ഗീതയുടെ ചോദ്യം. കൂട്ടത്തിൽ വിനോദേട്ടം വിളിച്ചാൽ ഞാൻ പോവുമെന്നും ഗീത കൂട്ടിച്ചേർത്തു. വിനോദ് പിന്നാലെ ഗീതയുമായി അവിടെ നിന്ന് പോവാൻ തുടങ്ങി. മുരളി തടയാൻ നോക്കിയെങ്കിലും ഇളയച്ചൻ തടയേണ്ടെന്ന് പറഞ്ഞു. മഹേഷ് ചൂളി നിൽക്കുകയാണ്. പിന്നാലെ മുരളിയുടെ അമ്മ മുരളിയുടെ മുഖത്തടിച്ചു. നിർമ്മലയെ സംശയിച്ചതിനും അത്രയൊക്കെ പ്രവർത്തിച്ചതിനുമുള്ള ദേഷ്യത്തിൽ അമ്മ മുരളിയോട് പറഞ്ഞു, പോയിട്ട് നിന്റെ തന്തയോട് ചോദിക്ക്, അങ്ങേരാ നിന്റെ അച്ഛനെന്ന് അയാൾക്കെന്താ ഇത്ര ഉറപ്പെന്ന്. പിന്നാലെ അമ്മ നിർമ്മലയെ വിളിച്ചു പറഞ്ഞു, മോളെ, ഇവനല്ല ഈ നാട്ടുകാർ മൊത്തം പറഞ്ഞാലും എനിക്ക് നിന്നെ വിശ്വാസമാണ്. ഈ വീട്ടില് നീയില്ലാണ്ട് ഒരു കാര്യം മുമ്പോട്ട് പോവില്ല. ഇനി മുത്തപ്പമെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ സംശയിക്കില്ല. നിർമ്മലയ്ക്ക് സങ്കടം കൊണ്ട് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നീതേ ഇവന്റെ കർണക്കുറ്റി നോക്കി ഒരു അടി കൊടുക്കണം. മുകുന്ദനെ ചൂണ്ടിയായിരുന്നു അമ്മ പറഞ്ഞത്. അതോടെ അവന്റെ സംശയവും നിന്റെ സങ്കടവും തീരണം. മുകുന്ദൻ ഒക്കെ കേട്ട് കുറ്റബോധത്തോടെ നിൽക്കുകയാണ്. അമ്മ മുകുന്ദനോടായി പറഞ്ഞു, ആട്ടി മേടിച്ചിട്ട് വീട്ടിൽ കയറിയാ മതി. അമ്മ പറഞ്ഞത് അതേപോലെ തന്നെ നിർമ്മല പ്രവർത്തിച്ചു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മുകുന്ദനെ തല്ലി. പിന്നാലെ നിർമ്മലയുമായി അമ്മ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങി. നിർമ്മലയുടെ അവിഹിതം പിടിക്കാൻ വലിയ ആവേശത്തോടെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പെൺമക്കൾ കയറാൻ ആരംഭിച്ചെങ്കിലും അമ്മ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വന്ന വണ്ടിക്ക് വീട്ടിലേക്ക് വിട്ടോളണം. എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന വിനോദും ഗീതയും അവിടെ നിന്ന് നടന്ന് ആ മതിലെടുത്ത് ചാടി. മുകുന്ദന്റെ അമ്മ തന്റെ ഭർത്താവ് മാധവനെയും വെറുതെ വിട്ടില്ല. മക്കളെ കൊള്ളരുതാത്തരത്തിന് പറഞ്ഞുവിട്ടതിന് ഭർത്താവിനെ കൊണ്ടും ഏത്തമിടിപ്പിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.